അപ്പനായും അമ്മയായും എല്ലാമായും അങ്ങയെന്നും വേണം. യേശുവേ വേണം. അപ്പനായും അമ്മയായും എല്ലാമായും അങ്ങയെന്നും വേണം. യേശുവേ വേണം. യേശുവേക്കാൾ വലുതൊന്നും ഇല്ല ഈ പാരിൽ എനിക്കൊന്നു. സ്നേഹിച്ചു തീരുക ഇല്ല നിത്യത മുഴുവനും അങ്ങേ. ഇത്രമേ 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 സ്നേഹിപ്പാ ഞാനെത്തുള്ളൂ. സ്നേഹിപ്പാ ഞാനെത്തുള്ളൂ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിനൊരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ആമേൻ. ദൈവം അബ്രഹാമിനോട് ഉറക്കത്തിൽ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നേരിട്ട് സംസാരിക്കുന്നു, പ്രവാചകനിലൂടെ സംസാരിക്കുന്നു. ഇവിടെ കാണുകയാണ് ഉറക്കത്തിൽ സംസാരിക്കുന്നു, സ്വപ്നത്തിൽ സംസാരിക്കുന്നു. ഇത് സ്വപ്നത്തിൽ സംസാരിക്കുന്നതാണോ എന്ന് അറിയില്ല. ഗാഢനിദ്ര വരുത്തി അവിടെയാണ് കർത്താവ് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ഏത് മാധ്യമവും എടുക്കും. നമ്മുടെ പ്രശ്നങ്ങളിലൂടെ അവൻ സംസാരിക്കും, നമ്മുടെ പ്രതിസന്ധികളിലൂടെ സംസാരിക്കും. ഇവനെ ഉറക്കിക്കിടത്തിയിട്ട് ദൈവം അവനോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ ചരിത്രത്തിൽ നോക്കിയാൽ ഒരു പകുതി ഭാഗത്തുമുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ രാത്രി യാമങ്ങളിലാണ്. എന്തുകൊണ്ടാണ് രാത്രി യാമങ്ങളിൽ ദൈവം ഇടപെടുന്നത്? ഒരു മനുഷ്യനെ ദൈവത്തിന് വ്യക്തിപരമായി കിട്ടുന്നത്, ഒറ്റയ്ക്ക് കിട്ടുന്നത് അവൻ്റെ രാത്രികാലങ്ങളിലാണ്. അതുകൊണ്ടാണ് സ്തോത്രം ദൈവം രാത്രികളിൽ ദൈവം അധികം മിണ്ടുന്നത്. ഇവിടുത്തെ ഈ സംസാരത്തിനകത്ത് ശ്രദ്ധിച്ചാട്ടെ, രാത്രിയിൽ അല്ലെങ്കിൽ ഒരു ഗാഢനിദ്ര വരുത്തി അമ്മേ അവനോട് സംസാരിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിനൊരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. ഒരു ഭയം അവിടെ ഉണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ അബ്രഹാമിനോട് ദൈവം മിണ്ടുകയാണ്. ഒരു സന്തതി പോലുമില്ല. പക്ഷെ പറയുകയാണ്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളാകും. ഒരു സന്തതിയില്ല. പക്ഷെ പറയാണ് 400 വർഷം കഴിയുമ്പോൾ നിന്റെ സന്തതികൾ സ്വന്തമല്ലാത്ത ദേശത്ത് അമ്മേൻ പ്രവാസികളായിരിക്കും. എന്ത് ഭയങ്കരമല്ലേ! അവർ അവനെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തരുന്നത്, ഒരു വാഗ്ദത്തവും കയ്യിലില്ലാത്തപ്പോഴും ദൂരങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഉറപ്പ് തരുന്ന ഒരു ദൈവമുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ രാത്രിയാമങ്ങൾ പ്രാർത്ഥനയിൽ ചിലവഴിക്കണം. ദൈവം ഇടപെടാൻ സാധ്യതകൾ വളരെ വലുതാണ്. ജോസഫിനോട് ദൈവം സ്വപ്നത്തിൽ ഇടപെടുന്നു. ശലോമോനോട് സ്വപ്നത്തിൽ ഇടപെട്ടിട്ട് അവന് ജ്ഞാനം പകരുന്നു. സാമുവേലിന് സ്വപ്നത്തിൽ ഇടപെട്ട് ദൈവം ആലോചന പറഞ്ഞു കൊടുക്കുന്നു. ഇയ്യോബിന് സ്വപ്നങ്ങളിൽ പാട്ട് കൊടുക്കുന്നു എന്നൊരു വാക്യമുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളുടെ രാത്രികളെ ഉപയോഗിക്കാൻ പോവുകയാണ്. രാത്രികൾ അത് ദുർസ്വപ്നങ്ങളുടെയോ ദുർവ്യാപാരങ്ങളുടെയോ സമയമല്ല. ഇന്ന് മുതൽ രാത്രിയാങ്ങൾ ഭയപ്പെടാനുള്ളതല്ല, ദൈവത്തിന് ഇടപെടാനുള്ളതാണ്.
നിങ്ങളത് വിശ്വസിക്കുക, നിങ്ങളത് ഏറ്റെടുക്കുക. ഇതിനകത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പല രാത്രികളിലും ഭയപ്പെട്ട് ഉറങ്ങുന്നവരുണ്ട്, രാത്രികൾ തള്ളി നീക്കുന്നവരുണ്ട്. പക്ഷേ ഇന്നു മുതൽ രാത്രിയാമങ്ങൾ ഒരു ദൈവശബ്ദത്തിൻ്റെ സ്ഥലമായും നിങ്ങളോട് മിണ്ടുന്ന ഒരു ഇടമായും ദൈവം തീർക്കാൻ പോകുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. നിങ്ങളോട് ദൈവം സംസാരിക്കുന്നു. ഒരു വാഗ്ദത്തമില്ലപ്പോൾ വലിയ വാഗ്ദത്തങ്ങൾ ദൈവം നിങ്ങൾക്ക് തരുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ രാത്രികളിലും അങ്ങ് സംസാരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിൽ കർത്താവെ, അങ്ങ് ഓരോ സമയവും കർത്താവെ ദൈവശബ്ദങ്ങളെ കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഇവിടെ രാത്രികൾ ഏറ്റവും ആരോഗ്യമുള്ളത്, സൗഖ്യമുള്ളതായിരിക്കട്ടെ. ദൈവശബ്ദങ്ങൾ കേൾക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്തു. ഇവരുടെ ജീവിതത്തിൽ കർത്താവെ വലിയ ദൈവശബ്ദങ്ങൾ ഇവരെ മുമ്പോട്ട് നടത്തട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ ദിനവും രാത്രിയിൽ ഭയപ്പെട്ട് ഉറങ്ങി അടുത്ത രാത്രി ഓർക്കുമ്പോൾ ഭയമുള്ളവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഭയങ്ങൾ മാറട്ടെ. ഈ പ്രഭാതത്തിൽ അവരെ ബലപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട ഭയപ്പാടുകൾ മാറട്ടെ. അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. സ്തോത്രം. നീ ഈ ദിനങ്ങളിൽ സ്വപ്നങ്ങളിൽ ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം. രാത്രികളിൽ ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങളുടെ പരമ്പരകൾ നടക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ഒരു ഉന്മേഷവും ഒരു ഉണർവും ദൈവം കൊടുക്കണമേ. അവരുടെ ഈ പകലിലും കർത്താവ് ഇടപെടണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ ആയിരിക്കുക. ഇന്നത്തെ ദിവസത്തെ ദൂത് മറക്കരുത്. നിങ്ങളുടെ രാത്രികൾ ദൈവം മിണ്ടും. ചിലപ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നമായിരിക്കും ആ രാത്രി. ആമേൻ. ദുരിതമായിരിക്കും രാത്രി. നിങ്ങളുടെ ഇരുളുകളായിരിക്കും ആ രാത്രി. ദൈവത്തിനകത്ത് നിങ്ങളോട് മിണ്ടും. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.